പക്ഷേ പാനൂരിലെ ലീഗ് നേതാവ് ഉമർ ഫറൂഖ് കീഴ്പ്പാറ അദ്ദേഹം ലീഗിൽ നിന്ന് മാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ലീഗിൽ നിന്ന് മാറിയിട്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ CPM. കാരണം BJPക്കാർക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അദ്ദേഹം BJPയിലേക്ക് പോകില്ല, അത് 100% ഉറപ്പാണ്. പക്ഷേ അത്തരം ആ ഉറപ്പ് അദ്ദേഹം അങ്ങ് തെറ്റിച്ചിരിക്കുകയാണ്, ഹൈത്തം മാറിയിരിക്കുകയാണ്. എനിക്ക് BJP മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 16-ാം വാർഡില് പാനൂരിലെ മുസ്ലിം കോർഡിനേറ്റ് 16-ാം വാർഡിലാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത്. BJP കാൻഡിഡേറ്റ് ആയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അടുത്ത അബ്ദുള്ളക്കുട്ടി ആവുമോ കണ്ടറിയണം. എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ വലിയ കൗതുകം തോന്നി. ഞാൻ ഇന്ന് ട്രെയിനിലിരുന്നാണ് ആ വാർത്ത വായിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കുറേ കാലം മുമ്പ് ഞാൻ മലപ്പുറത്തുകാരോടും മലബാറുകാരോടൊക്കെ പറയാറുണ്ട്, എന്നോട് ഈ സംഘപരിവാറിൻ്റെ വേദിയിൽ സംവാദത്തിന് പോകാൻ പാടില്ല, സംഘപരിവാറുകാരെ കണ്ട മിണ്ടാൻ പാടില്ല, അവർ വന്ന് സംവാദത്തിൽ പങ്കെടുക്കുന്ന ചാനലുകളിൽ പോകാൻ പാടില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ സ്ഥിരമായി പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ ചെറുപ്പത്തിൽ ഇതിലപ്പുറം തോന്നും, എന്നോളമായാൽ അടങ്ങും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം, ഇത് മാറും. ഞാൻ മാറും എന്ന് പറയുന്നത് എൻ്റെ ചരിത്രബോധം വെച്ചാ. ഇതൊന്നും ഒരു പുതിയ സംഭവമല്ല. ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. ഇപ്പോ കണ്ണൂരിൽ തന്നെ തുടങ്ങി അല്ലേ? കണ്ണൂരിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇനി എവിടെയാ BJPയിൽ മുസ്ലിങ്ങൾക്ക് ചേരാൻ പറ്റാത്തത്? അപ്പൊ കണ്ണൂരിൽ നിന്ന് ഈ മുസ്ലിങ്ങളെ മുഴുവൻ കൂടെ നിർത്താൻ വേണ്ടി പറഞ്ഞിരുന്ന തട്ടിപ്പാണല്ലോ BJP. RSS എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധരാണ്, അവർ കണ്ടാ മുസ്ലിങ്ങളെ വിഴുങ്ങിക്കളയുമെന്ന് പേടിപ്പിച്ചുകൊണ്ടിരുന്നാണല്ലോ. അത് മാറിയില്ലേ? ഞാൻ ഇവരോട് പറഞ്ഞു, ചരിത്രത്തിൽ ഈ അയിത്തം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ വീര സവർക്കർ. ഇപ്പൊ കേരളത്തിലെ എല്ലാവരും എല്ലാ സെക്കുലറിസ്റ്റുകളും ജിഹാദികളും ഒക്കെ ചേർന്ന് ചീത്ത വിളിക്കുന്ന ഒരു സംഗതിയാണ് സവർക്കർ. അദ്ദേഹത്തിന് മൈലേജ് കിട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ആളുകൾ പഠിക്കാനും വായിക്കാനൊക്കെ. നിങ്ങളുടെ സവർക്കർ ഷൂ നക്കിയില്ലെന്നാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക ഒരു ഡിബേറ്റിനിടയ്ക്ക് ഒരു BJP നേതാവിനോട് ചോദിച്ചത്. നിങ്ങളുടെ സവർക്കർ ഷൂ നക്കിയില്ലേ എന്നാണ്. സവർക്കർ നിങ്ങളുടെ എന്നുള്ളതുണ്ടോ? ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എവിടെ ഈ പാർട്ടിയുടെ അടിമപ്പണിയല്ലാത്ത മാധ്യമ പ്രവർത്തകര്, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ആരാ ഉള്ളത്? ഇപ്പൊ സാമാന്യമായി നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരു മലയാളത്തിലുണ്ട്. അവരൊക്കെ ഇപ്പൊ പച്ചം ചേർന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പിന്നെ വേറൊരു ട്രെൻഡ് കൂടി ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശരിപക്ഷം. അല്ല, അത് ശരിപക്ഷമല്ല, അതാണ് പരസ്യപക്ഷം, അന്നപക്ഷം, വരുമാനപക്ഷം. ഇത് മൂന്നുമാണ് ആ പക്ഷം. അല്ല, അതുകൊണ്ടും അത് ഒരു ട്രെൻഡിങ് കൂടിയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്തും വിളിച്ചു പറയാന്നുള്ള കൂടിയാണ്. അതെ, ഉദരനിമിത്തം. അപ്പോ ഇതിൽ എനിക്ക് ഞാനിപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ അതുകൊണ്ടാണ്. സവർക്കറുടെ കാര്യം പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്, എത്രയോ മുമ്പ്, ഇന്നത്തെ RSS അല്ല, അന്ന് അദ്ദേഹം ഹിന്ദു മഹാസഭയാണ്. ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായി വീര സവർക്കർ പ്രവർത്തിക്കുന്ന കാലത്ത് ഇന്നത്തെ ലീഗും അല്ല, ഇതിനേക്കാൾ എത്രയോ തീവ്രമായി പാകിസ്ഥാന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ വിഭജനത്തിന് ഉണ്ടല്ലോ, ഈ ഡയറക്റ്റ് ആക്ഷനൊക്കെ നടത്തിയ ലീഗ് ഉണ്ടല്ലോ, കടുത്ത വിഘടനവാദികളും വിഭജനവാദികളുമായ ലീഗ്. ഈ ഞാനും നീയും അയൽക്കാരാണെങ്കിൽ ഞാനും നീ ഒരു രാഷ്ട്രക്കാരല്ല. എന്തുകൊണ്ടാണ്? എന്നാൽ നമ്മൾ രണ്ട് മതക്കാരാണ്. രണ്ട് മതത്തിൽ ജീവിക്കുന്ന അയൽക്കാർ രണ്ട് ദേശക്കാരാണെന്ന് പറഞ്ഞ വാദം വരെ കൊണ്ടുവന്നവരാണ് ദുരാഷ്ട്രവാദികൾ. സാക്ഷാൽ അക്കാലത്ത് വീര സവർക്കറുടെ ഹിന്ദു മഹാസഭയും മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗും ചേർന്ന് നാട് ഭരിച്ചിട്ടുണ്ട്. അറിയോ എത്ര സൈറ്റുകൾ? ഇതൊക്കെ ഇവർ മറന്നുപോകണമെന്നേ. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല, മൂടി വെക്കുക. ഒന്ന്, അത് പണ്ട് 35-37 കാലത്ത്, കാരണം ഒരു പൊതുശത്രു അന്ന് രാജ്യത്തിനുണ്ടായിരുന്നു ഇവർക്കൊക്കെ. മുസ്ലിം ലീഗിന്റെ പൊതുശത്രു ആരാ? കോൺഗ്രസ്. ഹിന്ദു മഹാസഭയുടെ പൊതുശത്രു ആരാ? കോൺഗ്രസ്. ഈ പൊതുശത്രുവിനെതിരായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് ഇവര്. ഒന്ന്. രണ്ടാമത്, സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലേ കോലീബി സഖ്യം വന്നത്? KG മാരാര് പച്ചക്കഥ. ഇത് നമ്മൾ പറയുന്ന ആരോപണമല്ലല്ലോ, ആരും നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കന്മാർ നിഷേധിക്കുന്നില്ല, BJP നേതാക്കന്മാർ നിഷേധിക്കുന്നില്ല. KG മാരാരുടെ ആത്മകഥയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും ലീഗും BJPയും എല്ലാവരും 91-ലല്ലേ അത്? 91-ലാണ് എൻ്റെ ഓർമ്മ. വടകര ബേപ്പൂർ മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? വടകര ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് മത്സരിക്കുന്നു. നമ്മുടെ വിഖ്യാതനായ വക്കീല്, എല്ലാവർക്കും ജനപ്രിയനായ വക്കീലായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്. അദ്ദേഹം മത്സരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി, ലീഗ് എന്ന് വെച്ചാൽ UDF, BJP ഒരുമിച്ച് പിന്തുണ കൊടുക്കുന്നു. എന്താ കാരണം? അന്ന് ഇവർക്കൊക്കെ മുഖ്യ ശത്രുവായിട്ട് CPM-നെ കാണാൻ പറ്റി. അതുകൊണ്ടാണ് കോലീബി സഖ്യം ഉണ്ടായത്. ബേപ്പൂരിൽ അതേ കാലത്ത് 91-ലെ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ TK ഹംസ മത്സരിക്കുന്നു. ഹംസയ്ക്കെതിരായി ഹംസയെ തോൽപ്പിക്കണം, ബേപ്പൂരിലും തോൽപ്പിക്കണം തീരുമാനിച്ചപ്പോൾ ഡോക്ടർ K മാധവൻകുട്ടി, സാത്വികനായ ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ് അദ്ദേഹം, കോഴിക്കോട്ടുകാർക്കൊക്കെ വലിയ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹം ആയ കാലം തൊട്ടേ, അറിയപ്പെടുന്ന കാലം തൊട്ടേ RSS ആണ്. അദ്ദേഹത്തെ പൊതു സ്വതന്ത്രനാക്കി നിർത്തി.
ബേപ്പൂരിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നു. ലീഗിന് UDF ലീഗിന് വീതം വെച്ച് കൊടുത്ത സീറ്റാണ്. അഡ്വക്കേറ്റ് ആലിക്കോയ എന്ന് പറയുന്ന ലീഗ് സ്ഥാനാർത്ഥി പിൻവലിച്ചു. മാധവൻകുട്ടി സാറ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണക്കും. കോൺഗ്രസ്, ലീഗ്, BJP ഒരുമിച്ച് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ലേ? പിന്നെ എന്നാ ഈ അയിത്തം തുടങ്ങിയത്? എനിക്കിത് കൃത്യമായിട്ട് അറിയാം. ഇത് എപ്പോൾ എന്നറിയോ? കേരളത്തിൽ BJPക്ക് ഒരു 10 സീറ്റ് ജയിക്കാവുന്നൊരു സാഹചര്യം വന്നാൽ കൂട് വിട്ട് കൂടൊഴിച്ച് രായ്ക്ക് രാമാനം BJPയിലേക്ക് ഒഴുകും മുസ്ലിങ്ങൾ, പല പാർട്ടികളും. മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും, മുസ്ലിം ലീഗ് പോലും മുന്നണിയാവാൻ കാത്തു നിൽക്കുകയാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ UDF ഒരു ടേം കൂടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ BJP വിളിച്ചാൽ 100 വട്ടം വരും. ഉറപ്പായിട്ടും വരാതിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പക്ഷേ ഇനി വേണമെങ്കിൽ CPM മൂന്നാമത് അധികാരത്തിൽ വന്നാലും ലീഗ് പോകാൻ സാധ്യതയുണ്ട്. കാരണം ലീഗിന് പിന്നെ ഭരണം ഇല്ലാതെ അധികാരം നിൽക്കാൻ പറ്റില്ല. 2 ടൈം ആയില്ലേ ഇനി ഇങ്ങനെ അവരിപ്പോ നിൽക്കുന്നത്. എത്രയെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. കാരണം ഈ ഭരണമില്ലെങ്കിൽ നിലനിൽക്കാത്ത ചില ജീവികളുണ്ട്, അതിൽപ്പെട്ടതാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതൊന്നും എടുത്തു നോക്കൂ. ഏതായാലും ഇതിപ്പോ കണ്ണൂരിൽ നിന്ന് വന്ന നല്ല വാർത്തയാണ്. ഇത് വ്യാപകമാവുന്നേ. കണ്ണൂരിൽ ഇവരുടെ കണക്കിന് മുസ്ലിങ്ങളെ കൊല്ലുന്ന പാർട്ടി BJP ആണ് എന്ന് പറയുക. ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഒരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണൂരിലെ CPMൽ EP ജയരാജൻ എന്ന വലിയ നേതാവിൻ്റെ ഒരു പ്രതിസന്ധി വന്നു. അഭയം തേടി അദ്ദേഹം എവിടെ പോയത്? രാത്രി ശോഭാ സുരേന്ദ്രനെ കൂട്ടിയിട്ട് BJP ചേരാനാണ് പോയത്. ഓർമ്മയില്ലേ? അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നീട് നിഷേധിച്ചു. പക്ഷേ പോയില്ല എന്ന് പറഞ്ഞു. അതോ പോയി, പക്ഷെ മറ്റൊരു കാര്യത്തിനാണെന്നൊക്കെ അല്ലേ? അല്ല, അത് പറഞ്ഞു വീണ്ടും അടുത്ത് നിഷേധിച്ചു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് നിഷേധിച്ചു. അതവര് വെറുതെ പറയുന്നതാണ്. ഞാൻ പോയിട്ടില്ല, വിളിക്കാതെ എന്റെ മകന്റെ വീട്ടിലോട്ട് പ്രകാശ് ജാവദേക്കർ കയറി വന്നതാണ്, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ആ സംഭവം. അതാ ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ അവിടെ ഉണ്ടെന്നും ഇങ്ങനെ മോന്റെ വീട് അതാണെന്നും എങ്ങനെ പ്രകാശ് ജാവദേക്കർ ചായ കുടിക്കാൻ തോന്നിയപ്പോ ചായക്കടയായിട്ട് തോന്നിയതാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഒരു മാറ്റർ ഞാൻ പറഞ്ഞുതരാം. മലബാറിലെ ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അതിന്റെ ചരിത്രത്തോടൊപ്പം ജീവിച്ച ഒരാളാണ്. ആദ്യകാലത്ത് ഇവർക്ക് കണ്ടുകൂടാത്ത ശത്രു കോൺഗ്രസ് ആയിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ ചാണകം കൊണ്ട് കണ്ടെടുത്തൊക്കെ എറിഞ്ഞവരാണ് ഇവര്. ലീഗും കോൺഗ്രസും തമ്മിലായിരുന്നു അന്ന് ഫൈറ്റ്. അന്നൊരു കോൺഗ്രസ് ആയാൽ കാഫറായി. കോൺഗ്രസ് ആയ അബ്ദുറഹിമാൻ സാഹിബ് കാഫർ പോണേന്ന് വെച്ച് കല്ലുപിടിച്ച് എറിയായിരുന്നല്ലോ. അപ്പൊ അന്ന് ആ കാലം പോയി. കോൺഗ്രസ് ഇവരുടെ മുന്നണിയായി, ബായി ആയല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ആരോടെയും വിരോധം, കമ്മ്യൂണിസ്റ്റുകാരോടെയും വിരോധം. ഏതുവരെ? 1967 വരെ. 67 സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് വരൂ മന്ത്രിസ്ഥാനം തരാം എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയില്ലേ? അപ്പൊ തീർന്നില്ലേ പ്രശ്നം? കമ്മ്യൂണിസ്റ്റുകാരും പിന്നെന്തായി? പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി മൗലാനമാരൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിട്ട് അരിവാൾ സുന്നി വരെ ഉണ്ടായി. സമസ്തയിൽ വരെ അരിവാൾ സുന്നി ഉണ്ടായി. അപ്പൊ ഇതിലൊന്നും സ്ഥായിയായ അയിത്തമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോതാ ഇപ്പൊ BJPയെ കണ്ടാൽ BJP കേന്ദ്രം തുടർച്ചയായിട്ട് ഭരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. 2 ടേം വന്ന് മൂന്നാമത്തെ ടേമിലേക്ക്, ഇപ്പോൾ ഒരു ടേം രണ്ടാമത്തെ ടേം മൂന്നാമത്തെ ടേമിലേക്ക് മോദി പോകുന്നു എന്ന് വിചാരിച്ചു. വലിയ തോതിൽ മാറ്റം വരും. ഇന്ത്യയിലെ സ്ഥായിയായ ഒരു ഭരണകൂടമാണ് മോദി ഭരണകൂടം എന്ന് വന്നാൽ ചിത്രം മാറും. 2, കേരളത്തിന്റെ ഒരു ചിത്രത്തിലേക്ക്, കേരളത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കുറെ കൂടി ക്രിയാത്മകമായി BJP ഇറങ്ങി വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ നേതാക്കൾക്ക് കഴിയണം. അതാണ് ഇത് ഈ ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് കുറച്ച് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും നരേന്ദ്രമോദി മോഡൽ ഒരു ഇന്ത്യയുടെ നിർമ്മിതിക്കായി ഞങ്ങളോടൊപ്പം വരൂ എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞിട്ട് ചേർത്ത് നിർത്താൻ, അത് ഉൾക്കൊള്ളാൻ, ഈ ചില്ലറ നാണയത്തുട്ടുകൾക്ക് വോട്ട് വിൽക്കാതിരിക്കാൻ, അങ്ങനെയുള്ള സംശുദ്ധമായൊരു നേതൃത്വം BJPക്ക് ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗൊക്കെ എന്ന് BJPയുടെ കൂടെ മുന്നണിയിൽ വരുന്ന കൂട്ടിയാൽ മതി. കാരണം അവർക്ക് വേറെ കാര്യമുണ്ട്. അവിടെ ഒരു സഹമന്ത്രിയെങ്കിലും കിട്ടിയാൽ ധാരാളം. അതാണ് കാര്യം. അതുകൊണ്ട് ഇതൊരു ഐ ഓപ്പണറാണ്, കേരളത്തിനുള്ള ഐ ഓപ്പണറാണ്. ഈ എത്ര കാലം ഇങ്ങനെ ആളുകളെ കണ്ടെടുത്തിട്ട് തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്ന് പറഞ്ഞിട്ട് BJPയെ പോലെ ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി എത്ര കാലം മാറ്റി നിർത്തും? അത് സാധ്യമല്ല. ഇതാ ആ ഐത്തത്തിന്റെ മതിൽ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണിത്. കാണേണ്ടവർ കാണട്ടെ, തീർച്ചയായിട്ടും.